നാളെയാണ് തന്ത്രപ്രധാനമായ ഒരു ചർച്ച നടക്കുന്നത്. നാളെ നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയാണ്. തന്ത്രപ്രധാനമായ ചില ചോദ്യങ്ങൾക്ക് കൂടി ഉത്തരം ഉണ്ടാകുമോ ഈ കൂടിക്കാഴ്ചയിൽ എന്നതാണ് ചോദ്യം. ഇരുവരും തമ്മിൽ ഒരു ചെറിയ നീണ്ട ഇടവേളയ്ക്ക് ശേഷം തന്നെയാണ് ഒന്നിച്ചു കാണുന്നത്. ഇതിനിടയിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ലോക സാഹചര്യങ്ങളുണ്ട്. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നേരിട്ട് സംവദിക്കപ്പെടേണ്ട വിഷയങ്ങളുണ്ട്. ഇരു നേതാക്കളും തമ്മിൽ വലിയ ബന്ധമുണ്ട്. പക്ഷേ ആശയക്കുഴപ്പമുണ്ടാക്കിയിരിക്കുന്ന നിരവധി വിഷയങ്ങളുമുണ്ട്. അപ്പോൾ ഈ വിഷയങ്ങളിൽ എന്ത് നിലപാട് എന്ന വളരെ പ്രസക്തമായ ചോദ്യമുണ്ട്. എന്താവും ഇരു രാഷ്ട്ര നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ വിഷയമാവുക? എന്തൊക്കെ അവർ ചർച്ച ചെയ്യാം? നമുക്ക് നോക്കാം. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒന്ന് മോഡി ട്രംപ് ചർച്ചാ വിഷയങ്ങളിൽ ഒന്ന് വ്യാപാരവും തീരുവകളും എന്ന വിഷയത്തിന് തന്നെയായിരിക്കും പ്രാധാന്യം. നമുക്കറിയാം, അമേരിക്കയുടെ പുതിയ വ്യാപാര നയം, കരാർ, അതുണ്ടാക്കുന്ന വ്യവസ്ഥകൾ, അതുണ്ടാക്കുന്ന വെല്ലുവിളികൾ. നമ്മുടെ ഈ കേരളത്തിൽ പോലും ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളുടെ നിലനിൽപ്പ് പോലും ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ആശയക്കുഴപ്പം അതുണ്ടാക്കിയിട്ടുണ്ട്. ഒടുവിൽ ചില വിട്ടുവീഴ്ചകളൊക്കെ അമേരിക്കയുടെ ഭാഗത്തു നിന്നും അതിൻ്റെ തോത് കുറച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും ഇപ്പോഴും അതുണ്ടാക്കുന്ന ആശങ്ക ഒട്ടും ചെറുതല്ല. പക്ഷേ അമേരിക്കയ്ക്ക് വെല്ലുവിളിയാവുക അവരുടെ വ്യാപാര നയത്തിലെ 301 വകുപ്പാണ്. ആ വകുപ്പ് ഇന്ത്യക്ക് മാത്രം ഒരു ഭേദഗതി സാധ്യമല്ല, അതിന് തയ്യാറാവുകയുമില്ല. അങ്ങനെയെങ്കിൽ മറ്റെന്ത് നീക്കമെന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു നയം കൂടിയായി മാറും. നേരത്തെ തന്നെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇന്ത്യയിൽ നടത്തിയ സന്ദർശനത്തിൽ തന്നെ അദ്ദേഹം ഇന്ത്യയോടൊരു ബദ്ധവൈരി നിലപാടില്ല എന്ന പൊതു സാഹചര്യം അദ്ദേഹം എടുത്തിരുന്നെങ്കിൽ കൂടിയും ഈ വിഷയത്തിൽ ഇന്ത്യ നേരിടുന്ന വെല്ലുവിളികളിൽ വ്യാപാര നയ പ്രതിസന്ധിയിൽ എന്ത് നിലപാട് എന്നതാണ്. തീരുവകളടക്കം ഉണ്ടാക്കുന്ന വെല്ലുവിളികളിൽ എന്ത് നിലപാട് എന്ന കാര്യം കൂടിയുണ്ട്. രണ്ടാമത്തെ വിഷയം വിസയും കുടിയേറ്റ നയങ്ങളും എന്നൊരു പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. നമുക്കറിയാം, അമേരിക്കയുടെ പുതിയ വിസ നയങ്ങളും പുതിയ നിയമങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ നിരവധിയാണ്. ട്രംപ് അധികാരത്തിലേറിയ ശേഷം കുടിയേറ്റ വിഷയങ്ങളിലടക്കം കടുത്ത നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. പല ഇന്ത്യക്കാരെയും റിപ്പോർട്ട് ചെയ്ത നടപടികൾ മുമ്പും ഉണ്ടായിട്ടുണ്ട്. പല രാജ്യങ്ങളിലേക്കുമുണ്ട്. പക്ഷേ ഇന്ത്യക്കാരും കൂട്ടത്തോടെ ഇങ്ങോട്ടേക്ക് പോരേണ്ട അവസ്ഥയുണ്ട്. അങ്ങനെ മടങ്ങി വന്നവരെ എല്ലാം അവഹേളിക്കുന്ന രീതിയിൽ ഏറ്റവും മോശപ്പെട്ട സാഹചര്യങ്ങളിലാണ് ഇങ്ങോട്ടേക്ക് തിരികെ അയച്ചതെന്നുള്ള ഇന്ത്യയുടെ പരാതിയൊക്കെ മുമ്പും ആ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയങ്ങളിൽ ട്രംപുമായി മോഡി ആശയവിനിമയം നടത്തുമോ? ഇന്ത്യക്ക് എന്തെങ്കിലും ഇളവുണ്ടാകുമോ? ഇക്കാര്യത്തിൽ എന്താവും അമേരിക്കയുടെ പൊതുനയം? ട്രംപ് എന്ത് ആശയവിനിമയം നടത്തുമെന്ന കാര്യം കൂടി പ്രധാനപ്പെട്ടതാണ്. മറ്റൊന്ന് പ്രതിരോധ സഹകരണമാണ്. പ്രതിരോധ രംഗത്ത് പല പാശ്ചാത്യ ശക്തികളുമായുള്ള സഹകരണം ഇന്ത്യ മുമ്പുമുണ്ട്. അമേരിക്കയുമായുള്ള പ്രതിരോധ സഹകരണം പല കാര്യങ്ങളിലും ഇന്ത്യ മുന്നിൽ കാണുന്നുണ്ട്. അത് സംബന്ധിച്ച ചർച്ചകൾ, ആശയവിനിമയങ്ങൾ നടക്കുമോ എന്നതുകൂടിയാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന് ആഗോള പ്രാദേശിക രാഷ്ട്രീയ വിഷയങ്ങളാണ്. അതാണ് ഏറ്റവും പ്രധാന വിഷയം തന്നെ. മറ്റൊന്നുമല്ല, നമുക്കറിയാം, അടുത്തിടെ നമ്മൾ പാകിസ്ഥാനുമായി ഉണ്ടായ സംഘർഷ വിഷയങ്ങളിലൊക്കെ അമേരിക്ക എടുത്ത നിലപാട്, ട്രംപ് എടുത്ത നിലപാടുകൾ, തൻ്റെ ഇടപെടലാണ് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചത്, യുദ്ധം അവസാനിച്ചത് എന്ന അദ്ദേഹത്തിൻ്റെ വാദമൊക്കെയുണ്ട്, ട്രംപിൻ്റെ വാദമൊക്കെയുണ്ട്. ഇങ്ങനെ ഇരുവരും തമ്മിലുള്ള തർക്ക വിഷയങ്ങൾ നിരവധിയുണ്ട്. ഇതൊക്കെ ഈ ചർച്ചയിൽ ഉയർന്നു വരുമോ എന്ന ചോദ്യമുണ്ട്. മറ്റൊന്ന്, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വിഷയത്തിനും അപ്പുറം ഇപ്പോൾ നടക്കുന്ന ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക സംഘർഷ വിഷയങ്ങളിലടക്കം ഇന്ത്യ എടുത്ത നിലപാടുകൾ, അത് സംബന്ധിച്ചുള്ള ആശയങ്ങൾ എന്തെങ്കിലും നടക്കുമോ? ഒപ്പം തന്നെ ഇന്ധന പ്രതിസന്ധി അടക്കമുള്ള മറ്റു വിഷയങ്ങളുണ്ട്. ഇങ്ങനെ ആഭ്യന്തരമായ വിഷയങ്ങൾ നിരവധിയുണ്ട്. ഒപ്പം റഷ്യ യുക്രൈൻ തർക്ക വിഷയങ്ങളിൽ ഇന്ത്യ ഒടുവിൽ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങിയതിനെ വിമർശിച്ച രാജ്യങ്ങളോട് ഇന്ത്യ നിലപാടെടുത്തിട്ടുണ്ട്. ഇന്ത്യ അപ്പോഴത്തെ സാമ്പത്തിക ആഗോള സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് എണ്ണ വാങ്ങിയത്. ധാർമ്മികമായി റഷ്യയ്ക്ക് പിന്തുണ നൽകിയല്ല ഇന്ത്യയുടെ ഭാഗത്ത് ഉണ്ടായത് തുടങ്ങിയ നമ്മുടെ വാദങ്ങളുണ്ട്. ഈ നിലപാടുകളൊക്കെ ഒന്നുകൂടി ആവർത്തിക്കപ്പെടാൻ ട്രംപ് മോഡി കൂടിക്കാഴ്ചയിൽ ഇടമുണ്ടാകുമോ? അങ്ങനെ ചർച്ച നടക്കുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യം കൂടി വരുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഇന്ത്യൻ നാവികർ ആക്രമിക്കപ്പെട്ട സംഭവമാണ്. ഇന്ത്യൻ നാവികർ ആക്രമിക്കപ്പെട്ട സംഭവത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. നമുക്കറിയാം, അമേരിക്കയുടെ മിസൈൽ അറ്റാക്കാണ് ഉണ്ടായത്. 3 പേരുടെ ജീവനെടുത്ത സംഭവമാണ്. ഏറ്റവും ഒടുവിൽ അവരുടെ മൃതദേഹം പോലും അഴുകുന്നു, അതുപോലും എത്തിക്കാനാവുന്നില്ല എന്ന പരാതികൾ ഉയർന്നതാണ്. അങ്ങനെ ഇവിടെ സർക്കാരിനെ പോലും കുഴയ്ക്കുന്ന പ്രതിസന്ധിയിലാക്കിയ ഒരു പ്രശ്നം കൂടിയാണത്. ഈ വിഷയങ്ങളൊക്കെ മോഡി ട്രംപ് കൂടിക്കാഴ്ചയിൽ വിഷയമാകുമോ എന്ന ചോദ്യമാണ്. ഇതൊക്കെ വിഷയമായില്ലെങ്കിൽ, ഇതൊക്കെ ചർച്ചയായില്ലെങ്കിൽ നരേന്ദ്രമോദി അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി അമേരിക്കയ്ക്ക് മുന്നിൽ മുട്ടുമടക്കുന്നു എന്ന പഴി ഇവിടെ ഇപ്പോൾ തന്നെയുണ്ട്. അത് സ്വാഭാവികമായി ഒന്നുകൂടി ഉയരുകയും ചെയ്യും. അപ്പോൾ ഈ ഇരു രാഷ്ട്രത്തലവന്മാരുടെയും കൂടിക്കാഴ്ചയിൽ ഇത്തരം വിഷയങ്ങൾ കടന്നു വരുമോ എന്ന
പ്രധാനപ്പെട്ട ചോദ്യം കൂടിയുണ്ട്. സ്വാഭാവികമായും അത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഈ കൂടിക്കാഴ്ചയിൽ എന്തൊക്കെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉയർന്നു വരും, എന്തൊക്കെയായിരിക്കും ഈ വിഷയത്തിൽ ഉണ്ടാവുന്ന നിലപാട് എന്ന കാര്യം കൂടി നമുക്ക് കണ്ടറിയേണ്ടി വരും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.